നിന്നെ വിളിക്കാണ്, നിന്നെ അച്ഛനില്ലാ നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ, ഈ മുദ്രാവാക്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം കൊല്ലത്ത് KSUവിനെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ DYFI വിളിച്ച മുദ്രാവാക്യമാണിത്. പ്രമുഖ ഫെമിനിസ്റ്റും സ്ത്രീപക്ഷവാദിയും പുരോഗമനവാദത്തിൻ്റെ കാലത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ തലയെടുപ്പുള്ള രാജകുമാരിയുമായ ചിന്താ ജെറോം കൂടി പങ്കെടുത്ത പ്രതിഷേധ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള അശ്ലീലവും അസഭ്യവും കടുത്ത സ്ത്രീവിരുദ്ധവുമായ മുദ്രാവാക്യങ്ങൾ DYFI വിളിച്ചത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും തർക്കങ്ങളും അവസാനിക്കുന്നതിന് മുമ്പ് DYFIയുടെ പുതിയ പ്രകടനം കൂടി റിലീസായിട്ടുണ്ട്. കണ്ടു നോക്കൂ. നിന്നെ വിളിക്കാണ്, നിന്നെ നീ എന്തുണ്ടാക്കും, നീ എന്തുണ്ടാക്കും, നിനക്കടിക്കാൻ ഗുണ്ടകൾ തമ്മിൽ പരസ്പരം തെരുവിൽ ഏറ്റുമുട്ടുമ്പോൾ നടത്തുന്ന പ്രകടനത്തെക്കാൾ മിന്നുന്ന പ്രകടനമാണ്, മികച്ച പ്രകടനമാണ് DYFI കാഴ്ചവെച്ചത്. തിരുവനന്തപുരത്തെ നാഗരൂരാണ് ഈ സംഭവം നടക്കുന്നത്. മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഫ്ലക്സുകൾ വ്യാപകമായി DYFI പ്രവർത്തകർ നശിപ്പിച്ചതിനെ തുടർന്ന് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ആ പരാതിയുമായി ബന്ധപ്പെട്ട് DYFI നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് നോട്ടീസ് നൽകാൻ പോകുന്നതിനിടയിലാണ് DYFIയുടെ പ്രവർത്തകർ സിനിമാ സ്റ്റൈലിൽ SIയുടെ വാഹനം തടഞ്ഞ് പരസ്യമായ വെല്ലുവിളിയും കൊലവിളിയും നടത്തിയത്. നീ ഇറങ്ങി വാടാ, നിന്നെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുകയാണ്, നിന്റെ മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കും, ചുണയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ, വന്ന് ഏറ്റുമുട്ടടാ എന്ന തരത്തിൽ തെരുവുകുണ്ടകളെ കവച്ചു വെക്കുന്ന അസഭ്യ വർഷങ്ങൾ, പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് DYFI, അതെ കേരളത്തിൻ്റെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടന, തെരുവിൽ പോലീസിനോട് കൊലവിളി നടത്തിയത്. സാധാരണയായി ഇത്തരം കാഴ്ചകൾ നോർത്ത് ഇന്ത്യയിലാണ് നമ്മൾ കാണാറുള്ളത്. അവിടെ BJP നേതാക്കളുടെ സാന്നിധ്യത്തിൽ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ, ഗുണ്ടകൾ ഈ പറയപ്പെട്ട രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ യൂണിഫോം വലിച്ചു കീറിയും മുഖത്തടിച്ചും അവരെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിച്ചുമൊക്കെ പോലീസിനെതിരെ കുതിര കയറുന്ന പല ചിത്രങ്ങളും പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സാവധാനം അത്തരം കാഴ്ചകൾ നമ്മുടെ കേരളത്തിലും കണ്ടു തുടങ്ങുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഈ വിഷയം വളരെ ഗൗരവത്തിലെടുക്കണം. ഭരിക്കുന്ന പാർട്ടി ആരാണെങ്കിലും അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ മറ്റ് ഘടകങ്ങളും ഇന്ത്യയിലെ, കേരളത്തിലെ പോലീസിൻ്റെ ആത്മവീര്യത്തെ തകർക്കുന്നതോ ചോദ്യം ചെയ്യുന്നതോ ചോർത്തിക്കളയുന്നതോ ആയ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, അത്തരം പരിപാടികളുടെ ഭാഗമായാൽ പിന്നീട് നാട്ടിലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നാടിൻ്റെ ക്രമസമാധാന അന്തരീക്ഷം തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ, ചോദിക്കാൻ, പറയാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. സഹപ്രവർത്തകർക്ക് കേവലം ഒരു നോട്ടീസ് നൽകാൻ പോയതിൻ്റെ പേരിൽ SI അടക്കമുള്ള പോലീസ് സംഘത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊലവിളിക്കാനും വെല്ലുവിളിക്കാനും DYFIക്ക് ധൈര്യം കിട്ടിയെങ്കിൽ, ഒരിക്കൽ കൂടി അവർക്ക് തുടർ ഭരണം കിട്ടിയാൽ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം എന്താകുമെന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും ആലോചിക്കേണ്ട സമയം കൂടിയാണിത്. അതുകൊണ്ട് തുടർ ഭരണം കിട്ടിയ പാർട്ടികളും നേതാക്കളും പ്രവർത്തകരും സംവിധാനങ്ങളും അധികാരത്തിൻ്റെ തിണ്ണമിടുക്കിൽ, ധാർഷ്ട്യത്തിൽ സാധാരണക്കാരുടെ, പോലീസിൻ്റെ മെക്കിട്ട് കയറിയ ചരിത്രമാണ് ലോകത്തെല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുക. അവസാനം ഇവന്മാരൊരു ബാധ്യതയായല്ലോ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുക. അതുകൊണ്ട് പ്രബുദ്ധരായ മലയാളികളെ, നിങ്ങൾ ഒരു പാർട്ടിക്കും തുടർഭരണം കൊടുക്കരുത്. അതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ.